മുഖവരയില്ലാതെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത രണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് KSFE ചിട്ടികളും സ്റ്റോക്ക് മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളും. ഒരുപാട് പേര് ഈ രണ്ട് രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുന്നവരാണ്. KSFE ചിട്ടി ചെയ്യുന്നവരുണ്ട്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവരുണ്ട്. KSFE ചിട്ടിക്ക് അതിൻ്റേതായ ഗുണങ്ങളുണ്ട്, അതിൻ്റേതായ പോരായ്മകളുണ്ട്. അതുപോലെ തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റും. ഈ വീഡിയോയിൽ ഡാറ്റ പാക്ഡ് അനാലിസിസ്, ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. KSFE ചിട്ടി ആൻഡ് മ്യൂച്വൽ ഫണ്ട് കമ്പാരിസൺ. ഇതിൽ KSFE ചിട്ടിയാണോ നല്ലത്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നല്ലത് എന്നുള്ളത് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റും നിങ്ങൾ എത്ര സമയം ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ എത്ര സമയം നിങ്ങളിത് ഹോൾഡ് ചെയ്യുന്നു എന്നുള്ളതിന് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് KSFE ചിട്ടിയാണോ നല്ലത്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ നല്ലത് എന്നുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ വീഡിയോ. KSFE ചിട്ടിയിൽ നമ്മളൊരു 10 ലക്ഷത്തിൻ്റെ ചിട്ടിയിലാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. പല ചിട്ടി സ്കീമുകളും അവൈലബിൾ ആണ്. 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെ, 1 CR വരെയൊക്കെയുള്ള ചിട്ടികൾ അവൈലബിൾ ആവും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് 10 ലക്ഷത്തിൻ്റെ ചിട്ടി ഇവിടെ എടുക്കുന്നു. നമ്മൾ എത്ര കാലയളവ് ഇവിടെ അടക്കുന്നു? 40 മാസത്തെ ചിട്ടിയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാസം നമുക്ക് വരുന്നത് 25,000 രൂപയാണ് നമ്മൾ അടക്കേണ്ടത്. 25,000 ഇൻറ്റു 40 ലക്ഷം എടുക്കുമ്പോൾ നമുക്ക് 10 ലക്ഷമാണ് ചിട്ടിയുടെ ഡ്യൂറേഷനായിട്ട് വരും, അല്ലെങ്കിൽ അതിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. പക്ഷേ KSFE നമുക്ക് പ്രോമിസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ KSFEയുടെ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേയ്മെൻറ്റ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ, ഒരു ആവറേജ് ട്രെൻഡ് രൂപത്തിലെടുക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 മാസം നിങ്ങൾ അടക്കുന്നത് 18,750, അതിൻ്റെ രണ്ടാമത്തെ 10 മാസം നിങ്ങൾ അടക്കുന്നത് 21,250 രൂപയായിരിക്കും. ഇത് കൂടിയാണ് നോർമലി കാണാറുള്ളത്. 21 മാസം മുതൽ 30 മാസം വരെ 23,750 ആയിരിക്കും നിങ്ങൾക്ക് മന്ത്ലി പേയ്മെൻറ്റ് വരിക. മോസ്റ്റ്ലി ലാസ്റ്റത്തെ ഒരു 10 മാസം 6, 7, 8, 9, 10 മാസത്തോളം ആവറേജാണ് ഞാൻ പറയുന്നത്, ഒരു 25,000 രൂപ അടക്കേണ്ടി വരും. നിങ്ങൾ ചിട്ടി ലേലത്തിൽ വിളിച്ചെടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ അടവിൻ്റെ എമൗണ്ടിലും വ്യത്യാസം വരാം. ഇത് ഞാനൊരു കൃത്യമായ എമൗണ്ട് എന്നുള്ള രീതിയിലല്ല എടുത്തിട്ടുള്ളത്. ഒരു ആവറേജ് പേയ്മെൻറ്റ് ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ 10 മാസം 30% ഇടിവിൽ 18,750 എന്ന് പറഞ്ഞ തോതിൽ അടക്കും. പിന്നെ 21,250, പിന്നെ 23,750, പിന്നെ 25,000. ഇങ്ങനെയാണ് അത് ഗ്രാജുവലായിട്ട് ചിട്ടി നോർമലി അടക്കുന്നവർക്ക് അത് അറിയാൻ പറ്റും. അത് ചിട്ടി തുടങ്ങിയ സമയത്ത് ചിട്ടി എമൗണ്ട് കുറവായിരിക്കും, അല്ലെങ്കിൽ ഇനി ആദ്യത്തെ കുറച്ച് കാലയളവിൽ നല്ല കുറവായിരിക്കും. പിന്നെ ഗ്രാജുവലി ആ ചിട്ടി എമൗണ്ട് കൂടി വരുന്നതായിട്ട് അവർക്ക് ചിട്ടി കൃത്യമായിട്ട് അടക്കുന്നവർക്ക് അതറിയായിരിക്കും. അതായത് ആദ്യത്തെ 10 മാസം നമ്മൾ അടക്കുന്നത് 1,87,500 രൂപയാണ്. രണ്ടാമത്തെ 10 മാസം നമ്മൾ അടക്കുന്നത് 21,500 രൂപയാണ്. മൂന്നാമത്തെ 10 മാസം നമ്മൾ അടക്കുന്നത് 23,700, നാലാമത്തെ 2,37,500, അവസാനത്തെ 10 മാസം നമ്മൾ അടക്കുന്നത് 2,50,000 രൂപയാണ്. അപ്പോൾ 1,87,500 ആദ്യത്തെ 10 മാസം, രണ്ടാമത്തെ 10 മാസം 2,12,500, മൂന്നാമത്തെ 10 മാസം 2,37,500, അവസാനത്തെ 10 മാസം 2,50,000. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അടച്ച ടോട്ടൽ തുക എന്ന് പറയുന്നത് 8,87,500 ആയിരിക്കും. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇത് വളരെ പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നും. കാരണം ഞാൻ 8,87,500 ഞാൻ അടക്കുന്നുള്ളൂ, പക്ഷേ ഞാൻ എടുത്തിരിക്കുന്ന ചിട്ടി 10 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് 10 ലക്ഷം കിട്ടും, പക്ഷെ ഞാൻ അടക്കുന്നത് 8,87,500 അല്ലേ എന്ന് ഫസ്റ്റ് ഇംപ്രഷൻ നമ്മളെ മൈൻഡിലോട്ട് വരും. ബട്ട് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഡാറ്റ വെച്ചിട്ടാണ് ഇനി നമ്മളിവിടുന്ന് അങ്ങോട്ട് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് KSFE ചിട്ടി നിങ്ങൾക്ക് കിട്ടുന്നത് മനസ്സിലാക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന ചിട്ടി 10 ലക്ഷത്തിൻ്റെ ചിട്ടിയാണ്. നമ്മൾ 8,87,500 അടച്ചിട്ടുള്ളത് എങ്കിൽ 5% കമ്മീഷനായിട്ട് എടുക്കും. 10 ലക്ഷത്തിൻ്റെ 5% എന്ന് പറയുമ്പോൾ 50,000 രൂപ കമ്മീഷനായിട്ട് പോകും. ഡോക്യുമെൻറ്റേഷൻ ചാർജ് എന്ന് പറഞ്ഞിട്ട് 200 രൂപ അതിനെടുക്കും.
ഇനി 18% GST, അതായത് 50,000 കമ്മീഷൻ, 200 ഡോക്യുമെൻറ്റേഷൻ ചാർജ്, 50,200 അതിൻ്റെ 18%, അത് കമ്മീഷൻ്റെ 18%, ഡോക്യുമെൻറ്റേഷൻ്റെ 18% ചേർന്ന് 50,200ൻ്റെ 18% GST ആയിട്ട് എടുക്കുമ്പോൾ 9,036. ടോട്ടലായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട 10 ലക്ഷത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത് 59,236 രൂപയാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ എന്ത് കിട്ടും? 10 ലക്ഷം മൈനസ് 59,236, 9,40,764 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു നിങ്ങൾ അടച്ചത് 8,80,000 സംതിങ് ആണ്, കിട്ടുന്നത് 9,40,000 സംതിങ് ആണ്. സ്റ്റിൽ ഇറ്റ്സ് എ ഗുഡ് ഡീൽ എന്ന് നമുക്ക് തോന്നാം. ലെറ്റ്സ് സി വാട്ട് ഈസ് ദ കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. വാട്ട് യു ഗെറ്റ് മൈനസ് വാട്ട് യു പെയ്ഡ്, that is actually your gain or your profit. So what you get, 9,40,764. What you paid, 8,87,500. 8,80,500 നിങ്ങൾ അടച്ചു. നിങ്ങൾക്ക് കിട്ടിയത് എല്ലാ ഡോക്യുമെൻറ്റേഷൻ ചാർജും കമ്മീഷനും GSTയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് 9,40,764. നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് 40 മാസം ചിട്ടി കണ്ടിന്യൂ ചെയ്ത ഒരാളുടെ കേസിൽ എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നതാണ് 53,264. 40 മാസം എന്ന് പറയുമ്പോൾ ഓർക്കണം 3.33 ഇയേഴ്സാണ് എന്ന് ഈ 53,260, അതായത് 3 വർഷവും 4 മാസവും കൂട്ടി ആ 3 വർഷവും 4 മാസവും നിങ്ങൾ കാത്തിരുന്നാൽ നിങ്ങൾക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 53,264. സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നോ ബിഗ് റിസ്ക്, ലൈക്ക് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ ദ ബാങ്ക്. ഇതിൻ്റെ CAGR, അതായത് കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഫസ്റ്റിലൊരു 10 lakhs അടക്കുക, നിങ്ങൾ ഓരോ മാസവും ഡിഫറെൻറ്റ് എമൗണ്ട് അടച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ് CAGR, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഫൈനൽ വാല്യൂ ഡിവൈഡ് ബൈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിവൈഡ് ബൈ 1 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് മൈനസ് 1. ഈ വാല്യൂ നമ്മളിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്കറിയാം 9,40,000 ആണ് എൻ്റെ റിട്ടേൺ. അത് ഞാൻ ഫൈനലായിട്ട് എനിക്ക് കിട്ടുന്നത്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് 8,80,500 ആണ്. എത്ര വർഷം? 1 ഡിവൈഡഡ് ബൈ 3.3 ഞാൻ എഴുതുന്നു. 3.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മാസം എന്ന് പറഞ്ഞാൽ 3.33 വർഷമാണ്, -1. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 1.76% ആണ്. ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്കിതിൽ റിസ്ക് ഇല്ല, 100% റിസ്ക് ഫ്രീ ആണ്, ലൈക്ക് എ ഫിക്സഡ് ഡെപ്പോസിറ്റ്. യു ആർ കംപ്ലീറ്റ്ലി റിസ്ക് ഫ്രീ. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് സംഭവിക്കുന്നു? വാട്ട് യു ഗെറ്റ്, വാട്ട് യു ആർ പേയിങ്. സെയിം സിറ്റുവേഷൻ നിങ്ങളൊരു SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന് മ്യൂച്വൽ ഫണ്ടിൽ ഏതെങ്കിലും ഒരു പ്ലാനിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ലാർജ് ക്യാപ്പ് ആവാം, മിഡ് ക്യാപ്പ് ആവാം, ഫ്ലെക്സി ക്യാപ്പ് ആവാം, സ്മാൾ ക്യാപ്പ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ജനറലി ആദ്യത്തെ 10 മാസം നിങ്ങൾ KSFയിൽ അടച്ചതുപോലെ തന്നെ 18,750 അടക്കുന്നു. അടുത്ത 10 മാസം 21,250, മൂന്നാമത്തെ 10 മാസം 23,750, ലാസ്റ്റ് 10 മന്ത് 25,000 നിങ്ങൾ അടക്കുന്നു. സോ ആദ്യത്തെ 10 മാസം നിങ്ങൾ അടച്ചത് 1,80,500. രണ്ടാമത്തെ 10 മാസം നിങ്ങൾ അടക്കുന്നത് KSFയിൽ നമ്മൾ എന്താണോ പേയ്മെൻറ്റ് ചെയ്തത് അതേ എമൗണ്ടിലാണ് ഇവിടെയും നമ്മൾ പേയ്മെൻറ്റ്സ് എടുക്കുന്നത്. 2,18,500, 2,37,500 ആൻഡ് 2,50,000 ഈ എമൗണ്ടിലാണ് നമ്മൾ KSFയിൽ അടച്ചത്. സെയിം വേ നമ്മൾ SIP എമൗണ്ടും ഇതുപോലെ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഇവിടെയും ഇൻവെസ്റ്റ് ചെയ്യുന്നത് 8,87,500 രൂപ തന്നെയാണ്. ഓക്കെ, ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇത്രയും കാലത്തെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ലാസ്റ്റ് ഒരു 15 to 20 ഇയേഴ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 12% മുതൽ 15% വരെയാണ് CAGR, കോമ്പൗണ്ടഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. 12% മുതൽ 15% വരെ. ഞാനിതിൽ മിനിമം റേറ്റ് ആയിട്ടുള്ള 12% ഞാനിവിടെ എടുത്തിട്ടുള്ളത്.
CAGR ഫോർ 3.33 ഇയേഴ്സ്, കാരണം 40 മാസത്തെ കാലയളവിലെടുക്കുന്നു. ബിഫോർ ടാക്സ് 12% CAGR 8,80,500 അപ്ലൈ ചെയ്താൽ 10,71,762.50 ഇത്രയും എമൗണ്ടാണ് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് മിനിമം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. ബിഫോർ ടാക്സ്, ഇതൊന്നും നമ്മൾ ടാക്സ് അടക്കുന്നത്, ഇതിൽ നമ്മൾ ടാക്സ് അടക്കണം. ഇനി നമ്മൾ ബിഫോർ ടാക്സ് നിങ്ങളുടെ ലാഭം എന്താണ്? ലാഭം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടുന്നത് 10,71,762 മൈനസ് നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. 1,84,262. പക്ഷേ ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞ ഒരു ടാക്സ് നമ്മൾ അടക്കണം, 12% അടക്കണം. അത് ആദ്യത്തെ 1.25 ലക്ഷത്തിന് ടാക്സ് ഇല്ല, അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്. അപ്പം നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 1,84,262 അതിന് 1,25,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 59,262. അതിന് 12% വെച്ച് നിങ്ങൾ ടാക്സ് അടച്ചാൽ നിങ്ങൾ ആകെ അടക്കുന്ന ടാക്സ് എന്ന് പറയുന്നത് 7,407 രൂപ. നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ആഫ്റ്റർ ടാക്സ്. അപ്പം നമ്മുടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 10,71,762 നിന്ന് 7,407 അത് നമ്മുടെ ടാക്സ് ആയിട്ട് നമ്മളെ എമൗണ്ടിൽ നിന്ന് പിടിച്ചാൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ബാലൻസ് വരുന്നത് 10,64,355.5 ആണ് ഇവിടെ എമൗണ്ട് ആയിട്ട് വരുന്നത്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ CAGR 12% എന്ന് പറയുന്ന മിനിമം റേറ്റിലെടുത്താൽ എല്ലാ ഡിഡക്ഷൻസും കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നത് 10,64,355. ഇതേ സമയം ഇതേപോലെ എല്ലാ ടാക്സും, അതായത് ഡോക്യുമെൻറ്റേഷൻ ചാർജ്, GST, KSFEയുടെ കമ്മീഷൻ, ഇതെല്ലാം കഴിഞ്ഞ് KSFE നമുക്ക് കിട്ടുന്നത് 9,47,000 രൂപയായിരുന്നു. ഇവിടെ ഏകദേശം 10,64,000 രൂപയാണ്. ഡെഫിനറ്റ്ലി ഇത് ലിറ്റിൽ ഹയർ ആണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റാണ് ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ ഇതിൻ്റെ ഒരു കമ്പാരിസൺ നടത്താൻ പോവാണ്. KSFEയും സ്റ്റോക്ക് മാർക്കറ്റും നമുക്ക് എന്ത് തന്നു? KSFEയിൽ നമ്മൾ അടച്ചത് 8,80,500, സ്റ്റോക്ക് മാർക്കറ്റിലും നമ്മൾ അടച്ചത് 8,80,500. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഞാൻ പറയുന്നത്, ഡയറക്റ്റ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല. അതിൽ റിസ്ക് എപ്പോഴും കൂടുതലാണ്. ഞാൻ മ്യൂച്വൽ ഫണ്ടിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവിടെ സംസാരിക്കുന്നത്. ടോട്ടൽ റെസീവ് നിങ്ങൾ ടാക്സിന് മുന്നേ ആയിട്ട് നിങ്ങളെ കയ്യിലോട്ട് വരുന്നത് KSFE തരുന്നത് 10 ലക്ഷത്തിൻ്റെ ചിട്ടി ചേർന്ന 10 ലക്ഷമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ 12% CAGR കൂടി നിങ്ങൾക്ക് കിട്ടുന്നത് 10,71,762.50. ഇതിൽ നിങ്ങളുടെ ഗെയിൻ ലാഭം എന്ന് പറയുന്നത് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത്, എത്രയാണോ നിങ്ങൾ അടച്ചത്. KSFEയുടെ കേസിൽ 10 ലക്ഷം മൈനസ് 8,80,500 എന്ന് പറയുമ്പോൾ 1,12,500 ആണ് നിങ്ങളുടെ ഗ്രോസ് ഗെയിൻ, നിങ്ങളുടെ ടോട്ടൽ ലാഭം. മറ്റെടുത്ത് വരുമ്പോൾ 1,84,262.50. ഞാനിവിടെ കോമിട്ടതാണ്, അത് മാറിപ്പോയതാണ്, 0.50 എന്നുള്ളതാണ്. ഇനി ടോട്ടൽ ഡിഡക്ഷൻസ് KSFE ഡിഡക്റ്റ് ചെയ്യുന്നത് 5% കമ്മീഷൻ, ഡോക്യുമെൻറ്റേഷൻ ചാർജ്, പിന്നെ 18% GST. അത് കഴിച്ചിട്ട് KSFE നിങ്ങളെ കയ്യിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുന്നത് 59,236 ആണ്. എങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓൺലി ദ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 7,407 രൂപ മാത്രം. ഇവിടെയാണ് ഒരു ഹ്യൂജ് ഡിഫറൻസ് KSFEയും സ്റ്റോക്ക് മാർക്കറ്റും തമ്മിൽ വരുന്നത്. അങ്ങനെ നിങ്ങളെ ഡിഡക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ടാക്സ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് KSFEയിൽ നിന്ന് 8,80,000 അടച്ച നിങ്ങൾക്ക് ഗെയിൻ ആഫ്റ്റർ ടാക്സ്, വാട്ട് യു ആർ ഗെറ്റിംഗ് ആഫ്റ്റർ ടാക്സ് 9,40,764. But from stock markets, you are getting 10,64,355. Okay, another point. So definitely stock market എന്നുള്ള ഗെയിൻ കൂടുതലാണ്. ഡോക്യുമെൻറ്റേഷൻ ഹെഡേക്ക്, നമ്മൾ ഈ പണം നമ്മൾ തിരികെ പോയിട്ട് നമ്മുടെ ടേംസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പറിന് ഈ പൈസ നമ്മൾ അക്കൗണ്ടിലേക്ക് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഒരുപാട് നൂലാമാലകൾ ചേർന്നിട്ടുള്ള പേപ്പർ വർക്ക് സ്റ്റിൽ അവിടെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ കാര്യങ്ങൾ ഇപ്പോഴും
ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പോലും ഡിജിറ്റലൈസ്ഡ് അല്ല. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നമ്മുടെ വെബ്സൈറ്റ് വഴിയോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ പേപ്പർ എഴുതി പെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് അയച്ചു കൊടുക്കുന്ന സിസ്റ്റം. അപ്പോൾ അതിൽ 2, 3, 4 ഫോമുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ ഇവരെ പുറകെ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ജനറലി ഉണ്ട്. ഓക്കെ, ഇനി CAGR നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞു KSFയിൽ 1.76% ആയിരുന്നു. മറ്റവിടുത്ത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏറ്റവും മിനിമം റിട്ടേൺ ആയിട്ടുള്ള 12% തന്നു. റിസ്ക് എന്ന് പറയുന്നത് KSFയിൽ തീരെ റിസ്ക് ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് നമുക്ക് ആ റേറ്റ് അവിടെ കിട്ടുന്നത് എന്നുള്ളതാണ്. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എപ്പോഴും റിസ്ക് ഉണ്ട്. ചില വർഷങ്ങളിൽ ചില മാസങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് നെഗറ്റീവ് റിട്ടേൺ തരാം. എന്നാൽ ചില മാസങ്ങൾ ഇപ്പം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 2023-24 സമയങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റ് കൊടുത്തത് 12% CAG, 40% റിട്ടേൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റ് കൊടുത്തത്. ദാറ്റ് ഈസ് റിയലി ആൻ അമേസിങ്. എന്നാൽ 2024 അവസാന ക്വാർട്ടറും ഇപ്പോൾ 2025 തുടക്കത്തും സ്റ്റോക്ക് മാർക്കറ്റ് ഗിവിങ് ഇൻ നെഗറ്റീവ് റിട്ടേൺസ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും നെഗറ്റീവ് റിട്ടേൺസ് തരാം. സ്റ്റോക്ക് മാർക്കറ്റ് അതിൻ്റെ ബുൾ റണ്ണിലോട്ട് കയറിക്കഴിഞ്ഞാൽ 12% എല്ലാം ബീറ്റ് ചെയ്ത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിലും കൂടുതൽ റിട്ടേൺ തരാം. എന്നാൽ അതേ റിസ്ക് തന്നെയാണ് അതിൻ്റെ ഡൗൺ സൈഡും. അപ്പോൾ അപ്പ് സൈഡിൽ എന്ത് ഗ്രോത്ത് സ്റ്റോക്ക് മാർക്കറ്റ് തരുന്നോ അതേപോലെ തന്നെ ഡൗൺ സൈഡിലോട്ടും തരാൻ പറ്റും. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ റിസ്ക് ഈസ് ഓൾവേസ് ഇൻവോൾവ്ഡ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 10,64,355 രൂപ നിങ്ങൾ 8,85,000 ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് KSFE ചിട്ടികൾ നിങ്ങൾക്ക് കുറച്ച് തരുന്നു. അത് അവിടെ റിസ്ക് കുറവാണ്. സോ റിസ്ക് കുറയുമ്പോൾ ഗ്രാജുവലായിട്ടും നമുക്ക് റിട്ടേൺ കുറയും. എന്നാൽ റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ കൂടും. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 3 വർഷമെങ്കിലും നിങ്ങൾക്ക് ഈ പണം ആവശ്യമില്ല എങ്കിൽ മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ 1ാമത്തെ വർഷം നെഗറ്റീവ് റിട്ടേൺ വരും, 2ാമത്തെ വർഷം നല്ല റിട്ടേൺ വരും, 3ാമത്തെ വർഷം ഒരു മ്യൂട്ടഡ് റിട്ടേൺ വരും. നമുക്ക് ആവറേജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ 1ാമത്തെ വർഷം നമുക്ക് ഒരു -10% റിട്ടേൺ വന്നു എന്ന് വിചാരിക്കാം. 2ാമത്തെ വർഷം നമുക്കൊരു 25% റിട്ടേൺ വരാം. 3ാമത്തെ വർഷം വേണമെങ്കിൽ നമുക്കൊരു 18% റിട്ടേൺ വരാം. സോ നമ്മളൊരു 3 ഇയേഴ്സിൻ്റെ ആവറേജ് പീരീഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 12% റിട്ടേൺ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒരിക്കലും 1 വർഷത്തിനോ 2 വർഷത്തിനോ ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ വരരുത്, മ്യൂച്വൽ ഫണ്ടിൽ വരരുത്, ETF-കളിൽ വരരുത്. കാരണം ഇറ്റ് ഈസ് ഹൈലി റിസ്ക്. മ്യൂച്വൽ ഫണ്ട് ആയാലും ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നല്ല ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഒരു 3+ ഇയേഴ്സ് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പരിഗണിക്കാവുന്ന ഓപ്ഷനാണ്. എന്നാൽ ഒരു ഷോർട്ട് ടേം ഗോളിനായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള പൈസകളൊന്നും തന്നെ നമുക്ക് KSFE പോലത്തെ ചിട്ടികളിലായിരിക്കും നമുക്ക് ബെസ്റ്റായിട്ട് വരുന്നത്. സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ ആ വർഷം നമുക്ക് നെഗറ്റീവ് റിട്ടേൺ ആണെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് പോലും നമുക്ക് ഇല്ലാതെ വരും. പക്ഷേ 3 വർഷമെങ്കിലും നിങ്ങൾ കാത്തിരിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഒരു മികച്ച ഓപ്ഷനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരും. ഇനി തീരുമാനം ഡെഫിനറ്റായിട്ടും നിങ്ങളുടേത് മാത്രമാണ്. കാരണം ലാഭമായാലും നഷ്ടമായാലും നിങ്ങളുടെ ക്യാഷ് നിങ്ങളാണ് അനുഭവിക്കേണ്ടത്. അതുകൊണ്ട് കറക്റ്റായിട്ട് തിങ്ക് ചെയ്തിട്ട് വേണം ഏത് പ്രൊഡക്റ്റാണ് എനിക്ക് ആവശ്യമെന്ന് നമ്മൾ തീരുമാനിക്കൽ. KSFE ചിട്ടിയാണോ നിങ്ങൾക്ക് ആവശ്യം എങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ 1 ഇയേഴ്സ് 2 ഇയേഴ്സ് ബെസ്റ്റ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ ആ 1 ഇയർ 2 ഇയർ നമുക്ക് റിട്ടേൺ തന്നില്ലെങ്കിൽ ഇറ്റ്സ് എ ലോസ്. നിങ്ങൾ 3 ഇയേഴ്സ് 5 ഇയേഴ്സ് 6 ഇയേഴ്സ് 7 ഇയേഴ്സ് 8 ഇയേഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ക്യാഷ് ഈസ് യുവേഴ്സ്. ഡെഫിനറ്റ്ലി ലോസും പ്രോഫിറ്റും നിങ്ങളുടെ സ്വന്തം മാത്രമാണ്. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഏത് പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക. ഞാനിവിടെ രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ പറഞ്ഞു. KSFE ചിട്ടിയുടെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂസ് വെച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് പ്രസൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് എടുക്കാം വാട്ട് എവർ ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു. It depends upon your risk appetite and depends upon how long your investment durations. ഈ വീഡിയോയിൽ നിന്ന് KSFE ചിട്ടിയാണോ സ്റ്റോക്ക് മാർക്കറ്റാണോ നിങ്ങൾക്ക് നല്ലതെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഇൻസൈറ്റ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക് വരെ കാണുന്നവരേക്കും ഗുഡ് ബൈ.